ഹായ്, ഇതാണ് നമ്മുടെ പട്ടം ജംഗ്ഷൻ. അപ്പോൾ നമ്മുടെ എല്ലാ യാത്രയും ഈ ജംഗ്ഷനിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ട്രിവാൻഡ്രം സ്റ്റേറ്റ് ലൈബ്രറിയിലേക്കാണ്. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഇന്ത്യയിൽ തന്നെ വളരെ പഴക്കമുള്ള ലൈബ്രറിയിൽപ്പെട്ട ഒരു ലൈബ്രറിയാണ് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റേറ്റ് ലൈബ്രറി. എനിക്ക് തോന്നുന്നു ഒരു 1829 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതാണ്. അന്നത്തെ കേരളം ഭരിച്ചിരുന്ന ട്രാവൻകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് പണ്ട് 1829 പണി കഴിപ്പിച്ച ലൈബ്രറിയാണിത്. അന്ന് കാലത്തെന്ന് പറയുമ്പം ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ലൈബ്രറികളിലെ ഒരു ലൈബ്രറി ആയിരുന്നത്. എന്നുവെച്ചാൽ പിന്നീട് അന്ന് എന്ന് പറഞ്ഞാൽ ഈ ലൈബ്രറിയെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ആ സ്വാതി തിരുനാളിൻ്റെ ദർബാറിലൊക്കെ വരുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ലൈബ്രറിയിലേക്കൊക്കെ ആക്സസ് ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അന്ന് ഇതിൻ്റെ പേര് ട്രിവാൻഡ്രം പീപ്പിൾസ് ലൈബ്രറി എന്നായിരുന്നു. പിന്നീട് കഴിഞ്ഞതാണ് നമ്മുടെ പ്ലാമൂട് ജംഗ്ഷൻ. നമ്മൾ ഇവിടെ അടുത്താണ്, ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 1898 കാലങ്ങളിൽ ആണ് പിന്നെ ഇത് നമ്മുടെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. അന്നത്തെ മഹാരാജാവ് എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളായിരുന്നു. അപ്പം ശ്രീമൂലം തിരുനാൾ രാജാവാണ് ഈ സ്റ്റേറ്റ് ലൈബ്രറി ഇനിയിപ്പം ഇവർക്ക് മാത്രമല്ല, അതായത് നമ്മുടെ പ്രിവിലേജ്ഡ് ആൾക്കാർക്ക് മാത്രമല്ല, ഇനി പബ്ലിക്കിനും തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത മനുഷ്യനാണ് നമ്മുടെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്. അപ്പോൾ ഈ പുള്ളിയാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രം പീപ്പിൾസ് ലൈബ്രറിയുടെ ഫുൾ എല്ലാ സ്വത്തുക്കളും അന്നത്തെ ഗവൺമെൻറ് കൊടുക്കുന്നത്. അന്നത്തെ ഗവൺമെൻറ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് 1898 കാലങ്ങളിലൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇത് കൊടുക്കുകയും അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചാണ് കൊടുത്തത്. ഇനിയിപ്പം നിങ്ങൾ നോക്കുമ്പം ഇതിൻ്റെ അടുത്ത ബിൽഡിംഗ് പണിയണതും പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം. മാത്രമല്ല ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ആ കണ്ടീഷൻ പ്രകാരം ഗൊത്തീക് സ്റ്റൈലിലാണ് നമ്മളിത് പണിതേക്കുന്നത്. അപ്പോൾ ഒരു നമുക്ക് സിഗ്നലായി. അപ്പോൾ ഒരു 1900 AD നമ്മൾ ഇന്ന് ഇപ്പോൾ കാണാൻ പോകുന്ന സ്റ്റേറ്റ് ലൈബ്രറി അവർ പണിതത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇതെനിക്ക് തോന്നുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കിലൊരു സ്റ്റേഡിയം ഉണ്ട്. പിന്നെ ഈ വഴി ഇതൊരു മെയിൻ സ്ഥലമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇനി എത്താൻ പോകുന്ന ജംഗ്ഷൻ പാളയം ജംഗ്ഷൻ. അപ്പം അവിടേക്ക് എത്തുന്നതിന് മുന്നേ നമുക്കും ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഈ വഴിയും പോവാം. നമ്മളിപ്പോൾ നേരെ വഴിയാണ് പോകുന്നത്. അപ്പം നമുക്ക് വളരെ നല്ല കുറച്ച് കാഴ്ചകൾ കാണാം. എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, 1-2 കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മുടെ ഒരു 6 മണിയൊക്കെ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. കാരണം എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നലായിട്ടുണ്ട്. അപ്പം ഈ ലെഫ്റ്റിൽ കാണുന്നത് ഒരു ചെറിയൊരു സ്റ്റേഡിയമാണ്. ഈ റൈറ്റിൽ കാണുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭ. ഇവിടെ നിന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴി എടുത്തത്. ഇത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ലൈബ്രറി വരുന്നത്. ഇവിടെ ഒരു ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഉണ്ട്. അവിടെ ഒരു പാളയം പള്ളിയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഈ വഴി വന്നു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ലെഫ്റ്റാണ് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ലെഫ്റ്റാണ്. നമുക്ക് സുഖമായിട്ട് പോകാം. ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഇതെന്തോ കേരള ഫൈൻ ആർട്സ് കോളേജാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്നത്. ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് 1900 AD പണി തുടങ്ങിയ നമ്മുടെ ലൈബ്രറി. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് ഒരു U-ടേൺ എടുക്കേണ്ടി വരും ആ ലൈബ്രറി പോകാൻ. മിക്കവാറും ഈ സിഗ്നൽ കിട്ടാൻ ചാൻസ് ഇല്ല. മാത്രമല്ല ഇതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു
പള്ളിയാണത്. ഇതിൻ്റെ പേര് നമുക്ക് കറക്റ്റ് സിഗ്നലിൽ കയറാൻ പറ്റി. വായിക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ലൊരു കാണാൻ വളരെ ഭംഗിയുള്ളൊരു ബിൽഡിങ്ങാണ്. ഇത് എവിടെ നിന്നാലും നമുക്ക് നമ്മുടെ നിയമസഭ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വെറും നിസ്സാര ടൈം കൊണ്ട് നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് ലൈബ്രറിയിലേക്ക് എത്തുവാണ്. ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ബുക്കുകൾ വിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. ആഹാ, എന്ത് രസം. ഇതാണ് നമ്മുടെ ഈ ബിൽഡിംഗ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്യാം. ഇതാണ് മലയാളം സെക്ഷൻ, ഇതാണ് ഇംഗ്ലീഷ് സെക്ഷൻ. ഇത് കണ്ടോ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഇതിപ്പോൾ എത്ര 1900 പണിത ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈബ്രറി വരുന്നത്. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു രക്ഷയില്ല. കണ്ടോ ഇതെല്ലാം കണ്ടോ, ഇതൊക്കെ ആ കാലത്ത് പണിത ഒരു ബ്രിട്ടീഷുകാർ പണിത ഒരു ആർക്കിടെക്ചറാണിത്. പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു വ്യൂ കൂടി കാണിച്ചു തരാം. CV രാമൻപിള്ളയുടെ ഒരു പ്രതിമയുണ്ട്. പിന്നെ ഇത് വേറൊരു സെക്ഷനാണ്, അതിൻ്റെ നടുക്കി കൂടെ പോയ ക്യാൻറ്റീനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ട്രിവാൻഡ്രം.